കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടത് നിങ്ങൾ ഓർക്കുമല്ലോ. അത് പലർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയായി ഒന്നുകൂടെ ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനെ തുടർന്ന് ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുകയും അത് നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമുക്കെല്ലാം അറിയാം, വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ ഇഷ്യൂ മാറുകയാണ്. എല്ലാത്തിൻ്റെയും തുടക്കം കുറിച്ചത് പാകിസ്ഥാനാണ്. കഴിഞ്ഞ ഏപ്രിൽ 22 പഹൽഗാമിൽ അവർ ചെയ്തു കൂട്ടിയത് എന്താണ്? ആളുകളെ ജാതി അടിസ്ഥാനത്തിൽ തിരഞ്ഞു പിടിച്ച് അവിടെ സന്ദർശിക്കാൻ വന്ന ആ ടൂറിസ്റ്റുകളെ, ഞാൻ ഉദ്ദേശിക്കുന്നവരെയാണ്, ടൂറിസ്റ്റുകളെ ജാതി അടിസ്ഥാനത്തിൽ തിരഞ്ഞു പിടിച്ച് അവരെ കൊല ചെയ്യുകയാണ് ചെയ്തത്, 26 പേരെ. പക്ഷേ ഇന്ത്യ എടുത്തിയാടി പ്രതികാരത്തിന് പോയില്ല. നമ്മൾ ഏപ്രിൽ 7 വരെ കാത്തുനിന്നു, 14 ദിവസം കാത്തുനിന്നു. അതിനുശേഷമാണ് നമ്മളൊരു മറുപടി കൊടുത്തത്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം എന്നും ഓർമ്മിക്കുന്ന ഒരു ഓപ്പറേഷനായിരുന്നു. അതിന് നമ്മൾ പേരിട്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം 8-ാം തീയതി 2 പെൺകുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് സംഭവിച്ചത്, ഏപ്രിൽ 7 എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തോട് പറയുവാൻ, പത്രക്കാരെ ബ്രീഫ് ചെയ്യാൻ വേണ്ടി 2 ഇന്ത്യൻ വനിതകൾ പ്രത്യക്ഷപ്പെട്ടു. അതൊരു രസകരമായ ഏർപ്പാടായിരുന്നു. ആദ്യമായി ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി 2 വെളിച്ചം പകരുന്ന പെൺകുട്ടികൾ പ്രത്യക്ഷപ്പെടുക. ഒന്ന് കേണൽ സോഫിയ ഖുറേഷി, മറ്റൊന്ന് വിംഗ് കമാൻഡർ വ്യോമിക. ഇവർ 2 പേരും കൂടെ പത്രക്കാർക്ക് ഡീറ്റെയിൽസ് വിളമ്പിക്കൊടുക്കുന്നത് കാണാൻ വളരെ രസമായിരുന്നു. ഞങ്ങളുടെ പുരുഷന്മാരെ നിങ്ങൾ കൊന്നു, ദാ ഞങ്ങൾ സ്ത്രീകൾ പകരം ചോദിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആദ്യം തന്നെ കൊടുത്തു. അതുമാത്രമല്ല, അത് നൽകുന്ന മെസ്സേജ്, ഇന്ത്യ ഒരു പ്ലൂറലിസ്റ്റിക് സ്റ്റേറ്റാണ്, ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. 2 വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ പ്രത്യക്ഷപ്പെട്ട ആ മെസ്സേജ് നമ്മൾ കൊടുത്തു. മറ്റൊരു മെസ്സേജ് നമ്മൾ അതിലൂടെ കൊടുത്തത് എന്താ? ഇന്ത്യ ഒരു പ്രോഗ്രസീവ് നേഷനാണ്. വിമൻ എംപവർമെന്റ് വെറുതെ പറഞ്ഞു നടക്കുകയല്ലേ ഇത്, അത് പ്രായോഗികമാക്കിയിരിക്കുന്നു. ഒരു പ്രോഗ്രസീവ് നേഷനാണ് ഇന്ത്യ. പുരോഗമനാത്മകമായ നടപടികൾ സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പദവിയുടെ കാര്യത്തിൽ ഒക്കെ സ്വീകരിക്കുന്ന ഒരു പ്രോഗ്രസീവ് നേഷനാണെന്ന മെസ്സേജ് നമ്മൾ അതിലൂടെ കൊടുത്തു. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ സ്ത്രീത്വം, ഇന്ത്യൻ വുമൺഹുഡ് ഝാൻസി റാണിയുടെ പൈതൃകം പേറുന്നതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. ഞങ്ങളിങ്ങനെ ഇവിടുത്തെ കാഴ്ചക്കാരായിരിക്കുന്നവരല്ല, ഞങ്ങളുടെ ധീരമായ നിലപാടുകൾ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരും എന്നുള്ള സന്ദേശമായിരുന്നു 3ാമത് കണ്ടത്. എന്തുകൊണ്ടും വളരെ രസകരമായ ഒരു ഭാഗമായിരുന്നു അത്. ഈ 2 പെൺകുട്ടികൾ, വെളിച്ചം പരത്തുന്ന, പ്രകാശം പരത്തുന്ന 2 പെൺകുട്ടികളുടെ ആ പ്രത്യക്ഷത സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളാണിത്. എന്താണ് പാകിസ്ഥാൻ അന്ന് ചെയ്തത്? പഹൽഗാമി ചെയ്തത് തെരഞ്ഞു പിടിച്ച്, ജാതി അടിസ്ഥാനത്തിൽ തെരഞ്ഞു പിടിച്ച് ആളുകളെ കൊല ചെയ്യുക. വളരെ ക്രൂരമായൊരു ഏർപ്പാടായി പോയില്ലേ? എന്നാൽ നമ്മൾ തിരിച്ചടി കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മളും തെരഞ്ഞു പിടിച്ചു. പക്ഷെ തെരഞ്ഞു പിടിച്ചത് ജാതി അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ. നമ്മൾ തെരഞ്ഞു പിടിച്ചത്
ഭീകരന്മാരെയാണ് ഇതിന് നേതൃത്വം കൊടുത്ത, ഇത് നടപ്പിൽ വരുത്തിയ ഭീകരന്മാരെ തെരഞ്ഞു പിടിച്ചു. അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി, അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ കണ്ടെത്തി, അവിടെ നശിപ്പിച്ചു, അവിടെ കണ്ടവരെ കൊന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സിവിലിയന്മാരെ കൊന്ന് രസിക്കുന്ന പാക് സൈന്യവും ആക്രമണകാരികളെ കണ്ടെത്തി അവരെ ശിക്ഷിക്കുന്ന ഇന്ത്യൻ സൈന്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അന്ന് കണ്ടു. ഇപ്പോഴും ഇതിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംസാരിക്കുന്ന നിമിഷത്തിലും നടക്കുന്നതാണ്. കാശ്മീരിൽ സിവിലിയന്മാരെ കൊന്നുകൊണ്ടേയിരിക്കുക. ആരുടെ നേരെയാണ് അവർ ആക്രമിക്കുന്നത്? നിരായുധരായ പാവപ്പെട്ട ജനങ്ങളെ ഷെല്ലുപയോഗിച്ച് കൊല ചെയ്യുകയാണ്. കാശ്മീരിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ഷെല്ലാക്രമണം, വീടുകൾ തകർക്കുന്നു, നിർദോഷികളായ പാവങ്ങളെ കൊല്ലുന്നു, സാധാരണ മനുഷ്യനെ കൊന്നൊടുക്കുന്നു. അതിന് നമ്മൾ പകരം ചോദിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ മിലിറ്ററി കേന്ദ്രങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. കറാച്ചി, റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ലാഹോർ, അവിടങ്ങളിലുള്ള സൈനിക താവളങ്ങളെ നമ്മൾ നോട്ടിടുകയാണ്. എയർപോർട്ടുകൾ, സൈനിക താവളങ്ങൾ, ഈ ഭീകരതയ്ക്ക് വളം വെച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി അവിടെയൊക്കെ ബോംബ് വർഷിക്കുകയാണ്. നമ്മുടെ ആക്രമണത്തിൽ ഒരിക്കലും സിവിലിയൻസ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നില്ല. അതാണ് വ്യത്യാസം. പാകിസ്ഥാനിലെ ജനങ്ങളോടല്ല നമ്മൾ പോരാടുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങൾ നമ്മുടെ സഹോദരന്മാരാണെന്നും ജനങ്ങളോടല്ല നമ്മുടെ പോരാട്ടമെന്നും അവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളോടും വ്യക്തികളോടുമാണ് നമ്മുടെ പോരാട്ടമെന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിനെല്ലാം മനസ്സിലായി, ലോകരാഷ്ട്രങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആരാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്? പണ്ട് ഇവരുടെ കൂടെ നിന്ന പലരും തന്നെ ഇവരോട് അടുക്കാനിപ്പോൾ ഭയത്തിലാണ്. അമേരിക്ക തന്നെ ബഹുദൂരം അവരുടെ നിന്ന് മാറിക്കഴിഞ്ഞു. പണ്ട് പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ അമേരിക്ക 7ാം കപ്പൽ പടയെ നമുക്കെതിരെ അയച്ചു. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഇന്ത്യൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇത് തിരിച്ചു പോയില്ലെങ്കിൽ ജീവനോടെ ഇവർ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് തോർക്കുന്നു. അതാണ് ഇന്ത്യ. ആ 7ാം കപ്പൽ പട ഇന്നില്ല. 7ാം കപ്പൽ പട വിടാൻ ഇന്ന് കഴിയുന്നില്ല അമേരിക്കയ്ക്ക്. കാരണം അവർ മനസ്സിലാക്കി പാകിസ്ഥാൻ്റെ കൂടെ നിന്നാൽ തങ്ങളുടെ ഇമേജ് കൂടെ പോകും. അതുപോലെ ഇവർക്ക് ആയുധം അണിയിക്കുന്ന ആരാണ്? ചൈനയാണ്. വേറൊന്ന്, പാകിസ്ഥാൻ്റെ കയ്യിരിക്കുന്ന ആയുധങ്ങളുടെ 80% ചൈനയുടെയാണ്. പക്ഷെ ചൈനയ്ക്ക് നേരെ ചൊവ്വേ വരാൻ കഴിയുന്നില്ല. കാര്യം എന്താ? ലോകാഭിപ്രായം എതിരാണ്. ലോകാഭിപ്രായം പാകിസ്ഥാനെതിരാണ്. അതുകൊണ്ട് മാറി നിന്നുകൊണ്ടുള്ള സപ്പോർട്ടൊക്കെ ഉള്ളൂ. നേരെ ചൊവ്വേ വന്ന് ഒരു സപ്പോർട്ട് ചെയ്യാൻ അവിടെ കഴിയുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ തകർത്തുകൊണ്ടിരിക്കുന്ന അവർ കൊടുത്ത ആയുധങ്ങളാണ് ചൈനയും തുറന്നു കാട്ടപ്പെടുന്നു. ദേ ആർ എക്സ്പോസ്ഡ്. അവരുടെ സൈന്യബലത്തിൻ്റെയൊക്കെ പോരായ്മകൾ ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരൊരു ടാക്റ്റിക്കൽ വിഡ്രോയിലാണ് നടന്നത്. സ്ട്രാറ്റജിക്കായ ഒരു കാര്യമാണ്. ടാക്റ്റിക്കൽ വിഡ്രോയിലാണത്. അവരും രംഗത്ത് വരുന്നില്ല. പിന്നെ വന്നിരിക്കുന്ന 2 സൂപ്പർ പവേഴ്സ് ഏതാ? ഒന്ന് തുർക്കി, ലോകത്തിലെ വലിയൊരു സൂപ്പർ പവറാണ്. വേറൊന്ന് അസർബൈജാൻ. ഒരു ചുക്കും ചെയ്യാൻ കഴിയും. തുർക്കി ആകെ കൂടെ ചെയ്യുന്ന കുറേ ഡ്രോണുകൾ കൊടുക്കുകയാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഈ ഡ്രോണുകൾ ഇസ്രയേലിനെതിരെ പ്രയോഗിക്കാൻ ആരോ കൊടുത്താ? അല്ലെ അതിൻ്റെ ടെക്നിക്കൽ കർവ് എവിടെയോ വാങ്ങിയതാ? അതാണ് ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുർക്കിയും അസർബൈജാനും ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനോട് അടുക്കാൻ പ്രയാസപ്പെടുന്നു. അതേസമയത്ത് നമുക്കോ ഓപ്പണായിട്ട് ലോകരാഷ്ട്രങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അത് പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്തർദേശീയ അഭിപ്രായം നമുക്ക് അനുകൂലമാണ്. എന്താ കാരണം? നമ്മുടെ നിലപാടാണ് നമ്മളെ മാന്യരാക്കിയത്. ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. പാക് പട്ടാളം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? അവരെ വാസ്തവത്തിൽ കാണിക്കുന്നത് ഏറ്റവും വലിയ യുദ്ധത്തിൽ കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ
ജനാധിപത്യം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഉണ്ടെന്ന് പോലും. പക്ഷെ ഭരിക്കുന്ന ആരാ? കാര്യങ്ങൾ നടക്കുന്നതെല്ലാം പട്ടാളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഏത് രാജ്യത്തിനും ഒരു പട്ടാളം വേണം. പക്ഷെ പട്ടാളത്തിനൊരു രാജ്യം വേണം. പട്ടാളത്തിന് വേണ്ടി മാത്രം ഒരു രാജ്യം വേണം. അതാ പാകിസ്ഥാൻ. പട്ടാളത്തിന് വേണ്ടി മാത്രമുള്ള രാജ്യം. ഇന്ന് അതിലും മാറി, അതിൽ നിന്നും മാറി. ഇന്ന് പട്ടാളത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ന് ഭീകരന്മാർക്ക് വേണ്ടിയുള്ള രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞു. എന്താ ഞാനിങ്ങനെ പറയാൻ കാര്യം? ഇന്ത്യ വകവരുത്തിയ ഭീകരന്മാരുടെ ശവദാഹ ചടങ്ങിൽ സ്റ്റേറ്റ് ഓണർ കൊടുത്ത പാക് പട്ടാളമാണ്. ഈ ഭീകരന്മാരെയും പട്ടാളത്തെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ രണ്ടും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാക് പട്ടാളത്തിൻ്റെ സ്ഥാനത്ത്, പണ്ടത്തെ പാക് പട്ടാളത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഭീകര പട്ടാളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭീകരന്മാരുടെ ഒരു രാജ്യമായി, ഒരു പട്ടാളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്ര ദയനീയമാണിത്. അതേസമയത്ത് ഇന്ത്യയോ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. രാഷ്ട്രീയ നേതൃത്വം സൈനിക നേതൃത്വമായി ആലോചിച്ച് ഓരോ നടപടിയും സ്വീകരിക്കുകയുമാണ്. അത് ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ്. അപ്പം ഈ രീതിയിൽ ഉള്ള ഒരു മുന്നേറ്റമാണ്, ഒരു സാഹചര്യമാണ് ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലും വലിയ വ്യത്യാസം കാണാം. നമ്മൾ എന്തുകൊണ്ട് ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ, നിക്കക്കളിയില്ലാതെ ആക്രമിച്ചത്, നിവൃത്തിയില്ല. കാരണം ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ആക്രമണത്തിൽ നമുക്ക് തീരെ വിശ്വാസമില്ല. സമാധാനകാംക്ഷികളാണ് നമ്മൾ. എക്കാലവും നമ്മുടെ ചരിത്രപഥമാണ്. ഇത് ഗാന്ധിയുടെ നാടാണ്, ഇത് ബുദ്ധൻ്റെ നാടാണ്, ഇത് ജിന്നൻ്റെ നാടാണ്, ഇത് ശങ്കരാചാര്യരുടെ നാടാണ്. സമാധാനത്തിൻ്റെ നാടാണ് ഇന്ത്യ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആക്രമണത്തിലും നമുക്ക് വിശ്വാസമില്ല. എന്താ ഇന്നിപ്പോൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്നത്? അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെ വിരളി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാർലമെന്റിൽ കരയുകയാണ് എം പിമാര്. ലോകം കണ്ടു. മുൻ പട്ടാളത്തിലെ മുൻ മേജറായിരുന്ന ഒരു എം പി നിന്ന് കരയുന്നു, ഞങ്ങളെ ഇന്ത്യയിൽ നിന്ന് രക്ഷിക്കണം. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റില്ല, അള്ളാഹുവിന് മാത്രമേ, ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കരയുകയാണ്. ലോകം കാണുകയാണ് കാഴ്ച. കരയുന്ന എം പിമാര്, പാർലമെന്റിൽ കരയുന്ന എം പിമാര്, രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യം വിളിക്കുന്ന എം പിമാർ. മിടുക്കനായ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം രാജ്യം വിട്ടു കഴിഞ്ഞു. ഓരോന്നോരോന്നായിട്ട് അവരെ UK യിലും അമേരിക്കയിലും പോകേണ്ടിടത്തൊക്കെ പോയി കഴിഞ്ഞു. രാജ്യം പിടിക്കുകയാണ്. പട്ടാള മേധാവിക്ക് അനക്കമില്ലല്ലോ. എവിടെ പോയി മുനീറാണല്ലോ ബീ പിടിച്ചത് മുഴുവൻ. കാശ്മീർ ഞങ്ങളുടെ കൊക്കിലെ ഞരമ്പാണെന്നൊക്കെ പറഞ്ഞ് മുനീർ അവിടെ പോയി. പട്ടാള മേധാവി അനങ്ങുന്നില്ല. അവിടുത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യം നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അവർ കാണാതിരിക്കുകയാണോ? ഈ ലാഹോർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളല്ലേ. റാവൽപിണ്ടിയല്ലേ പട്ടാളത്തിൻ്റെ കേന്ദ്രം. പട്ടാളത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട സ്ഥലമല്ലേ. ഇതെല്ലാം തകർച്ചയുടെ വക്കിലല്ലേ, നാശത്തിൻ്റെ വക്കിലല്ലേ, നശിപ്പിക്കപ്പെടുകയല്ലേ. എല്ലാം ഇവരുടെ തെറ്റായ തീരുമാനം കൊണ്ട്. പാകിസ്ഥാൻ എന്താണ് ക്രിയാത്മകമായി ചെയ്യുന്നത്? UN സാമ്പത്തിക സംഘടനകൾ കൊടുക്കുന്ന കാശ് പോലും ഭീകരന്മാരെ ഊട്ടി വളർത്താൻ ഉപയോഗിക്കുന്നത്. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്തർദേശീയ നാണയ നിധി, UN ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടല്ലേ IMF ഇന്ന് കാശ് വാങ്ങി. എന്തിനെ? രാജ്യത്ത് വികസന പ്രവർത്തനം നടത്താൻ. എന്ത് വികസനമാണ് നടക്കുന്നത്? ഭീകരന്മാരെ വികസിപ്പിക്കുക. ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി UN ഫണ്ട് വാങ്ങി ഉപയോഗിക്കുക. ഇത് വളരെ ശിക്ഷാർഹമായ കാര്യമല്ലേ? ഇന്നും കൊടുത്തു 8,500 കോടി രൂപ. 8,500 കോടി രൂപ ഇന്നും കൊടുത്തു. ഓരോ ദിവസവും ഇങ്ങനെയുള്ള ഫണ്ടൊക്കെ മേടിച്ച്
ദുർവിനിയോഗം ചെയ്യാണ്, വഴിവിട്ട ചാനൽ വിട്ടു പോകുകയാണ്. ഇതെല്ലാം ദുർവിനിയോഗത്തിൻ്റെ കഥകളാണ് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ടാണ് നമ്മുടെ എല്ലാ ആക്ഷനും നടക്കുന്നത്. വെറുതെ അങ്ങ് ലക്കിൽ ലഗാനും ഇല്ലാതെ മിസൈൽ വിടുകയില്ല. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന എല്ലാ ഡ്രോണുകളും മിസൈലുകളും തകർക്കേണ്ട രീതിയിൽ ഡിഫൻസാണ് പ്രധാനം. ആക്രമിക്കുന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഡിഫൻസാണ്. അതുകൊണ്ടാണ് നമ്മുടെ പല സ്ഥലങ്ങളും കുഴപ്പം കൂടാതെ നിൽക്കുന്നത്. ന്യൂഡൽഹിയെ ലക്ഷ്യമാക്കി ഇന്നലെ വന്ന മിസൈലുകളൊക്കെ തകർന്ന് തരിപ്പണമായി പോയില്ലേ? നമ്മുടെ സുദർശന ചക്രം മോശമാണോ? യെസ്, നാനോട് ആകാശത്തിൽ ഇങ്ങനെ ചക്രം പിരിച്ച് നിൽക്കുകയല്ലേ വരുന്ന മിസൈലുകളെയെല്ലാം സംഹരിക്കാൻ വേണ്ടി. നമ്മുടെ ഡിഫൻസ് അത്ര ശക്തമാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതാ ഞാൻ ആദ്യം പറഞ്ഞ ചൈന എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അവരുപയോഗിക്കുന്ന ചൈനീസ് ആയുധങ്ങളാണെങ്കിൽ അത് ഇന്ത്യൻ ആയുധങ്ങളുടെ മുമ്പിൽ നിൽക്കില്ല. അതാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് ലോകം മുഴുവൻ കഴിഞ്ഞ ഏപ്രിൽ 8-നാണ് ഈ ആക്രമണം നടക്കുകയെ. ഏപ്രിൽ 8 വ്യോമുകയും അതുപോലെ സോഫിയായും പത്രക്കാരെ വിളിച്ച് ബ്രീഫ് ചെയ്യുമ്പോൾ യൂറോപ്പിലാകെ അവരാഘോഷിക്കുന്നത് എന്താണ്? വിക്ടറി ഡേ. അത് ചരിത്രത്തിൻ്റെ ഒരു വിരോധാഭാസമാണ്. യൂറോപ്പിലാകെ വിക്ടറി ഡേ ആഘോഷിക്കുകയായിരുന്നു. എന്താ കാര്യം? ഇന്ത്യക്കാർ വിജയിച്ചതിൻ്റെ അല്ലത്. ഹിറ്റ്ലറുടെ മേൽ 1945 മെയ് 8 നേടിയ വിജയത്തെ ആഘോഷ ദിനമാണ് മെയ് 8. അപ്പോൾ വിക്ടറി നമുക്ക് ലോകം മുഴുവൻ ആഘോഷിക്കത്തക്ക രീതിയിൽ വിക്ടറി ഡേയിൽ തന്നെ ലോകത്തോട് നമ്മുടെ വിക്ടറി നമുക്ക് തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ഈ വരാൻ പോകുന്ന ഈ മെയ് മാസം നമുക്ക് വിക്ടറി മാസമായിട്ട് ആഘോഷിക്കത്തക്ക രീതിയിൽ നമ്മുടെ സൈന്യം മുന്നോട്ട് പോകും. പക്ഷെ സൈന്യം ജയിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ലല്ലോ. ഇരുഭാഗത്തും ദോഷങ്ങൾ വരും. യുദ്ധങ്ങൾ ഒരിക്കലും വൺ സൈഡഡ് അല്ല. ഒരു യുദ്ധവും വൺ സൈഡഡ് അല്ല. ഇരുഭാഗത്തും കാഷ്വാലിറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങണമെന്ന്. ഇന്ന് G7 രാഷ്ട്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും UK-യും ജർമ്മനിയും ജപ്പാനും ഒക്കെ ഉൾപ്പെടുന്ന G7 രാഷ്ട്രങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. UN അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിലും വന്നു, ഇന്ത്യയിലും വന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെടുകയാണ്. കാരണം അതാണ് സെൻസ്. നശിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. യുദ്ധം ഒരിക്കലും ഒരു പ്രശ്ന പരിഹാരമല്ല. യുദ്ധം എപ്പോഴും പ്രാകൃതം തന്നെയാണ്. പക്ഷെ നമ്മളെ ഉന്തിത്തള്ളി വിടുകയായിരുന്നു. നെക്കക്കള്ളിയില്ല നമ്മൾ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. അത് ലോകത്തിന് മനസ്സിലായി. ഈ തുടക്കം അധിക നാൾ പോകാതെ വേഗത്തിൽ സമാധാനത്തിൻ്റെ പാത ഇരു രാഷ്ട്രങ്ങളും കണ്ടെത്തണം. അതുപോലെ നമ്മളെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള യാതൊരു പ്രചരണവും പാടില്ല. ഗാർഡിയൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, BBC ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള ഒരു ആക്ഷേപതാമല്ലോ, അത് ഫേക്കാണ് പലതും. അതുകൊണ്ട് വസ്തുനിഷ്ഠമായേ പറയാവൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതുവരെ നടന്നതിൽ പാകിസ്ഥാൻ സ്വയം നശിപ്പിക്കപ്പെടുകയായിരുന്നു. പാകിസ്ഥാൻ സ്വയം ഒരു ഭൂതത്തെ തുറന്നുവിട്ട് ആ ഭൂതത്തിന് ഇരയായിട്ട് മാറുകയാണ്. യുദ്ധമെന്ന ഭൂതത്തെ തുറന്നുവിട്ടത് പാകിസ്ഥാനാണ്. അതിൻ്റെ ഇരയായിട്ട് മാറാൻ പോവുകയാണ്. ഈ മെയ് മാസത്തിൽ യുദ്ധം അവസാനിക്കണം. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവസാനിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിനെ നമ്മളെല്ലാം പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യണം, പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കണം. പാകിസ്ഥാനിലും ഇന്ത്യയിലും പബ്ലിക് ഒപ്പീനിയൻ സമാധാനത്തിന് അനുകൂലമായിട്ട് വേണം. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ സമാധാനത്തിന് മാത്രമേ ഭാവിയുള്ളൂ.
ഓൺലി പീസ് ഹാസ് എ ഫ്യൂച്ചർ. ഇന്ത്യയും പാകിസ്ഥാനും ഇങ്ങനെ കഴിയണം. പാകിസ്ഥാൻ ഇപ്പോൾ ആകെ കുഴപ്പത്തിലാകുകയാണ്. ബലൂചിസ്ഥാൻ പോവുകയാണ്. ബലൂചിസ്ഥാൻ വിട്ടുപോവുകയാണ് പാകിസ്ഥാനിൽ നിന്ന്. പാകിസ്ഥാൻ്റെ ഒരു പ്രധാന ശക്തി കേന്ദ്രമാണ് ബലൂചിസ്ഥാൻ. വിട്ടുപോവുകയാണ്, രാഷ്ട്രമാകാൻ പോവുകയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇവർക്ക് പ്രശ്നമുണ്ട്. അഫ്ഗാൻ തീവ്രവാദികൾ ഇവർക്കെതിരെ ആക്രമണം തുടങ്ങി. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാൻ തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. പണ്ട് തന്നെ ബംഗ്ലാദേശ് പോയി. ബംഗ്ലാദേശും പാകിസ്ഥാൻ്റെ ഭാഗമല്ലായിരുന്നോ? ആ രാഷ്ട്രം ഛിന്ന ഭിന്നമാകുകയാണ്. ഛിന്ന ഭിന്നമായി പോകുന്നത് ഒരിക്കലും ശരി. നമ്മുടെ ഭാഗമായിരുന്നു ഒരു കാലത്ത്, ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ആ രാഷ്ട്രം ഛിന്ന ഭിന്നമാകുകയാണ്. കാരണം ദൂരക്കാഴ്ചയില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം, ദൂരക്കാഴ്ചയില്ലാത്ത പട്ടാള മേധാവിത്വം. ഇതിനൊക്കെ ഒരു മാറ്റം അവിടെ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ശ്രദ്ധാപൂർവം കേട്ട എല്ലാവർക്കും നന്ദി. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതുകൂടെ ചെയ്യണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.